ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വൈശാഖ മാസത്തിൽ ചെയ്യേണ്ട പ്രധാന കർമ്മമാണ് പ്രഭാതത്തിലെ സ്നാനം. പ്രഭാതത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ആ ജലത്തിൽ പുണ്യതീർത്ഥങ്ങളുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. സപ്തനദികളുടെയും സാന്നിധ്യമുള്ള ജലത്തിൽ കുളിക്കുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല പാപങ്ങളും നശിക്കും. സ്നാനം ചെയ്യുന്ന ജലത്തിൽ സപ്തനദികളുടെയും സാന്നിധ്യമുണ്ടാകുവാൻ വേണ്ടി കുളിക്കുന്ന ജലത്തിൽ സ്പർശിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാമന്ത്രം ചൊല്ലുന്നത് ഏറെ വിശിഷ്ടമാണ്. ആ പ്രാർത്ഥനാമന്ത്രം ഇങ്ങനെയാണ്: ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. അതുപോലെ തന്നെ ഈ വൈശാഖ കാലത്ത് ധാരാളം ദാനകർമ്മങ്ങൾ നിർവഹിക്കണം. ഓരോ ദാനകർമ്മത്തിനും ഓരോ സദ്ഫലമുണ്ട്. പുരാണ ഇതിഹാസ പാരായണം, ക്ഷേത്രദർശനം തുടങ്ങിയവയും അതിവിശേഷമാണ്. വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത്, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. നാമജപങ്ങളും കീർത്തനാലാപനവും ചെയ്യുന്നതോടൊപ്പം ശ്രവിക്കുന്നതും ഏറെ ശ്രേയസ്കരമാണ്. ചുരുക്കി പറഞ്ഞാൽ നിരന്തരം നാരായണ ഭഗവാന്റെ സ്മൃതിയോടുകൂടി, ഓർമ്മയോടുകൂടി സൽക്കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജീവിതം നയിക്കണം. രാത്രിയിലെ ഭക്ഷണം, എണ്ണ തേച്ചു കുളി, പകലുറക്കം, നിഷേധിക്കപ്പെട്ട ഭക്ഷണം തുടങ്ങിയവയെല്ലാം ഉപേക്ഷിക്കണം. ദാനകർമ്മങ്ങൾ അനേകം ചെയ്യാവുന്നതാണ്. ഓരോരോ ദാനങ്ങൾക്കും വ്യത്യസ്തങ്ങളായ സദ്ഫലം ഉറപ്പായും ലഭിക്കും. വൈശാഖ കാലത്ത് ജലദാനം നിർവഹിക്കാത്തത് കാരണം 3 ജന്മം തിര്യക്കായി ജീവിക്കേണ്ടി വന്ന ഒരു രാജാവിന്റെ കഥയിൽ നിന്ന് നമുക്ക് ജലദാനത്തിന്റെ മഹിമ വ്യക്തമാകും. തിര്യക്കായി എന്ന് പറഞ്ഞാൽ വിവേകബുദ്ധിയില്ലാത്ത ജന്തുക്കൾ, ആ ജന്തുക്കളുടെ രൂപത്തിൽ ജീവിക്കേണ്ടി വന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പണ്ട് ഇക്ഷ്വാകു വംശത്തിൽ ഹേമാങ്കദൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം അനേക കാലം സദ്ഭരണം നടത്തിയിരുന്ന രാജാവാണ്. അദ്ദേഹം അനേകം ബ്രാഹ്മണർക്ക് ഭൂമി, പശു, സ്വർണം എല്ലാം ദാനം ചെയ്തു. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്കും അദ്ദേഹം ദാനധർമ്മങ്ങൾ ചെയ്ത് സഹായം ചെയ്തു. എന്നാൽ വേദജ്ഞന്മാരെയും തത്വജ്ഞന്മാരെയും എല്ലാവരും പൂജിക്കുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ദാനകർമ്മത്തിൽ അവരെ ഉൾപ്പെടുത്തിയതേയില്ല. അതുപോലെ തന്നെ അദ്ദേഹം വളരെയധികം വസ്തുവകകൾ ദാനം ചെയ്തുവെങ്കിലും ആർക്കും അദ്ദേഹം ജലം മാത്രം ദാനമായി നൽകിയില്ല. അദ്ദേഹം വിചാരിച്ചു, അത് എല്ലാവർക്കും സുലഭമായി ലഭിക്കുന്നതാണല്ലോ, അപ്പോൾ അത് ദാനം ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന്. വസിഷ്ഠ മഹർഷി ഒരിക്കൽ അദ്ദേഹത്തിന് ജലദാനത്തിന്റെ മാഹാത്മ്യം ഉപദേശിക്കുകയുണ്ടായി. എന്നിട്ടും അത് പരിഗണിക്കാതെ അദ്ദേഹം ജലദാനത്തെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് 3 ജന്മം ചാതക പക്ഷിയായി ജീവിക്കേണ്ടി വന്നു. നമുക്കറിയാം, മേഘത്തോട് വെള്ളം യാചിക്കുകയും മഴത്തുള്ളി മാത്രം പാനം ചെയ്യുകയും ചെയ്യുന്ന പക്ഷിയാണ് ചാതകം അഥവാ വേഴാമ്പൽ. പിന്നീട് അദ്ദേഹത്തിന് 7 ജന്മം ശ്വാനനായി, അതായത് നായിയായി ജനിക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ഒരു പല്ലിയുടെ രൂപത്തിൽ, ഗ്രഹഗോതിക എന്നാണ് പല്ലിക്ക് പറയുന്നത്, അദ്ദേഹം മിഥില രാജ്യത്തിൽ ജനിച്ചു. അങ്ങനെ 58 വർഷം നീണ്ടുനിന്ന പല്ലിയുടെ രൂപത്തിലുള്ള ജന്മത്തിൽ രാജാവിന് മോക്ഷം ലഭിച്ചു. അദ്ദേഹത്തിന് ആ മോക്ഷം ലഭിച്ചതും ജലത്തിന്റെ മഹിമ കൊണ്ടാണ്. ഒരു ദിവസം മിഥില രാജ്യത്തിൽ ശ്രുതദേവൻ എന്ന മുനി ആഗതനായി. അപ്പോൾ അവിടുത്തെ രാജാവ് ഭക്തിപൂർവം ശ്രുതദേവ മുനിയെ കാൽ കഴുകി സ്വീകരിച്ചു. രാജാവ് കാൽ കഴുകിയ ആ ജലം ആ തീർത്ഥത്തെ സ്വന്തം ശിരസിൽ തളിച്ചപ്പോൾ ഒരു തുള്ളി ആ ചുമരിലുണ്ടായിരുന്ന പല്ലിയുടെ ശരീരത്തിലേക്കും വീഴുകയുണ്ടായി.
അപ്പോൾ ആ പല്ലിക്ക് തന്റെ പൂർവ്വജന്മസ്മരണ ഉണ്ടായി. അതിന്റെ ഫലമായി പല്ലി മുനിയോട് ആവശ്യപ്പെടുകയാണ് തന്നെ രക്ഷിക്കണമെന്ന്. പെട്ടെന്ന് തന്നെ പല്ലിയുടെ ശബ്ദം, മനുഷ്യന്റെ സംസാരം പോലെയുള്ള വാക്കുകൾ പല്ലിയിൽ നിന്ന് കേട്ടപ്പോൾ ആ മുനി അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ചോദിച്ചു, നീ ആരാണ്? ഇവിടെ നീ എങ്ങനെ വന്നു? നീ ദേവനായിരുന്നോ, അസുരനായിരുന്നോ, അതോ ഉപദേവനായിരുന്നു? എന്തായിരുന്നു നിന്റെ പൂർവ്വജന്മം? എന്നോട് പറയൂ എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ആ പല്ലി പറയുകയാണ്, ഞാൻ ഇക്ഷ്വാകു വംശത്തിലെ ജനിച്ച ഒരു രാജാവാണ്. ഞാൻ ധാരാളം ദാനകർമ്മങ്ങൾ ആ കാലഘട്ടത്തിൽ നിർവഹിച്ചു. മരണശേഷം ഞാൻ ഒരു ചാതകത്തിന്റെയും ആദ്യം പിന്നീട് നായയുടെയും ജന്മത്തിലാണ് ജീവിച്ചത്. പിന്നീട് ഇപ്പോൾ പല്ലിയായി ജീവിക്കുന്നു. അനേക വർഷങ്ങളായി ഈ കൊട്ടാരത്തിൽ വസിക്കുകയാണ്. അങ്ങയുടെ പാദത്തിൽ വീണ ആ തീർത്ഥം, ആ ജലം എന്റെ ശരീരത്തിൽ വീണപ്പോഴാണ് എനിക്ക് എന്റെ കഴിഞ്ഞ ജന്മങ്ങളുടെ ഓർമ്മകൾ വന്നത്. മുനി, എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. ഇത്രയേറെ ദാന പുണ്യങ്ങൾ ഒക്കെ ഞാൻ ചെയ്തിട്ടും എനിക്ക് ഇങ്ങനെയുള്ള ജന്മങ്ങൾ ഉണ്ടാകുവാൻ കാരണം എന്താണ്? ആ പല്ലിയുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുവാൻ വേണ്ടി മഹർഷി തന്റെ ജ്ഞാനദൃഷ്ടി തുറന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പല്ലിയെ അറിയിച്ചു. രാജാവ് വൈശാഖമാസത്തിൽ ജലം ദാനം ചെയ്യാത്തത് കൊണ്ടാണ് 3 ജന്മം വേഴാമ്പലായി ജീവിക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ അർഹിക്കുന്നവർക്ക് ദാനകർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് മറ്റു ജന്മങ്ങൾ ലഭിച്ചത്. നാം ദാനകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം ആവുകയില്ല, അത് അർഹിക്കുന്നവരുടെ കരങ്ങളിൽ എത്തിച്ചെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ആ ദാനകർമ്മം കൊണ്ട് പ്രയോജനമുള്ളൂ. തപസ്വികളായ വിഷ്ണു ഭക്തർക്ക് ദാനം ചെയ്യുന്നതാണ് ഉത്തമം. രാജാവ് അങ്ങനെ ചെയ്തതേയില്ല. ദുർജനങ്ങൾക്ക് ദാനം ചെയ്താൽ സൽഫലം കിട്ടുകയില്ല. അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ പൂജിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭഗവാന് പ്രിയം അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ പൂജിക്കുന്നത്, ഭക്തന്മാർക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതാണ്. ജ്ഞാനികളുടെ ഇഷ്ടമാണ് ഭഗവാന്റെ ഇഷ്ടം. സജ്ജന സമ്പർക്കം കൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ നശിക്കുന്നത്. രാജാവ് സജ്ജന സേവ ചെയ്യാത്തത് കൊണ്ടാണ് രാജാവിന് നായയുടെ ജന്മം ലഭിച്ചത്. ഇത്രയും പറഞ്ഞതിന് ശേഷം മുനി രാജാവിന്റെ, അതായത് പല്ലിയുടെ രൂപത്തിലുള്ള രാജാവിന്റെ അഭ്യർത്ഥന പ്രകാരം ബ്രാഹ്മണർക്ക് ജലം ദാനം ചെയ്യുകയാണ് അവിടെ വെച്ച്. ഉടൻ തന്നെ പല്ലിക്ക് ദിവ്യരൂപം ലഭിച്ചു. കാരണം എന്തെന്നാൽ ആ കർമ്മങ്ങളെല്ലാം അപ്പോൾ അവിടെ നടന്നത് അറിഞ്ഞോ അറിയാതെയോ വൈശാഖ മാസത്തിൽ തന്നെ ആയിരുന്നു. തന്റെ രൂപം ലഭിച്ചപ്പോൾ രാജാവ് മുനിശ്രേഷ്ഠനെ സാഷ്ടാംഗം പ്രണമിച്ചു. അപ്പോൾ അവിടെ സർവാലങ്കാരങ്ങളുമുള്ള ഒരു മനോഹരമായ വിമാനം വന്നു ചേർന്നു. മഹർഷിയുടെ നിർദ്ദേശത്താൽ ആ ദിവ്യപുരുഷനായി മാറിയ പല്ലി വിമാനത്തിൽ കയറി ദേവലോകത്തേക്ക് പ്രാപിക്കുകയാണ്. വൈശാഖ മാസത്തിൽ അർഹിക്കുന്നവർക്ക് ജലവും മറ്റ് ദാനങ്ങളും സമർപ്പിച്ചാൽ തീർച്ചയായും നമുക്കും വിഷ്ണുപദം പ്രാപിക്കുവാൻ സാധിക്കും. പുണ്യമായ ഈ വൈശാഖ കാലത്ത്, ഈ മാധവ മാസത്തിൽ നമുക്ക് ഏവർക്കും നമ്മളെ കൊണ്ടാവുന്ന വിധം അർഹിക്കുന്നവർക്ക് ജലദാനവും മറ്റ് സഹായങ്ങളും ചെയ്യാൻ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.